ആവേശവും ഉദ്വേഗവും ഒരുപോലെ നിറഞ്ഞ നിമിഷങ്ങളാണ് വോട്ടെണ്ണൽ ദിനത്തിൽ നിലമ്പൂരിൽ UDF ക്യാമ്പിലുണ്ടായത്. ലീഡ് നിലയിൽ തുടക്കത്തിൽ നേരിയ കുറവ് വന്നപ്പോൾ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് അടക്കമുള്ള നേതാക്കളുടെ മുഖത്ത് നിറഞ്ഞ ടെൻഷനും ലീഡ് ഉയർന്നപ്പോഴുള്ള ആഹ്ലാദവും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്നാണ്. 9 വർഷത്തിന് ശേഷം മണ്ഡലം UDF തിരിച്ചുപിടിച്ചപ്പോൾ ആഹ്ലാദത്തിലൂടെയാണ് പ്രവർത്തകർ അതിനെ വരവേറ്റത്. നിലമ്പൂരിൽ നിന്ന് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR തയ്യാറാക്കിയ വാർത്തകളാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ ആദ്യഘട്ടത്തിൽ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ലീഡ് പിടിച്ചപ്പോഴേക്കും ആർപ്പ് വിളിച്ചും പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ ആഘോഷം തുടങ്ങി. പിന്നാലെ ലീഡ് നില ചെറിയ തോതിൽ താഴ്ന്നു തുടങ്ങിയപ്പോൾ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി അടക്കം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഫലം തത്സമയം കണ്ടുകൊണ്ടിരുന്നവരുടെ മുഖത്ത് ടെൻഷൻ പ്രകടമായി. ലീഡ് പതിയെ ഉയർന്നപ്പോൾ അത് ആഹ്ലാദത്തിന് വഴിമാറി. തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന സീറ്റിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടും ആത്മാർത്ഥമായി പ്രവർത്തിച്ച VS ജോയി മികച്ച മാതൃകയെന്ന് കോൺഗ്രസ് സൈബറിടങ്ങളടക്കം വാഴ്ത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. വിജയം ഏകദേശം ഉറപ്പിച്ചതോടെ UDF പ്രവർത്തകർ റോഡിലിറങ്ങി. പിന്നാലെ ആര്യാടൻ ഹൗസിൽ നിന്നും ഉമ്മയുടെ അനുഗ്രഹം വാങ്ങി പുറത്തിറങ്ങിയ ഷൗക്കത്തിനെ തോളിലേറ്റി. പിന്നീട് നിലമ്പൂർ കണ്ടത് ആഹ്ലാദാരവത്തിന്റെ പ്രവർത്തക സഞ്ചയം. ഗ്രൂപ്പിസവും കാലുവാരലും തെരഞ്ഞെടുപ്പ് രംഗത്ത് തലവേദനയാകാറുള്ള കോൺഗ്രസിനെയും UDFിനെയും ഒറ്റക്കെട്ടായി നിന്നാൽ പലതും നേടാൻ കഴിയുമെന്ന് ജനങ്ങൾ പഠിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. PV അൻവർ പിടിച്ച വോട്ടുകളും ചില പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. നിലമ്പൂരിൽ വീണ്ടും ആര്യാടൻ യുഗം ഉണ്ടായിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ മികച്ച ഈ വിജയം ഇടതു സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം കൂടിയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് പൊതുവിൽ വികാരമുയരുന്നുണ്ട്. അതിന് സർക്കാർ മറുപടി നൽകേണ്ടി വരും. ഒപ്പം തന്നെ അൻവറിനെ എഴുതിത്തള്ളാനാവില്ല എന്നുകൂടി അദ്ദേഹം തെളിയിക്കുകയാണ്. നിലമ്പൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.